എൻ്റെ ഒരു പിടി തുളസിപ്പൂക്കൾ എന്ന ചെറുകഥാ സമാഹാരം അശ്വതി തിരുനാൾ തമ്പുരാട്ടി ഡോക്ടർ പി സേതുനാഥൻ നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. എൻ രാജശേഖരൻ പിള്ളയുടെ ഒരു പിടി തുളസിപ്പൂക്കൾ ചെറുകഥാ സമാഹാരം. ചെറുകഥയ്ക്ക് ഇന്നും ഏറെ പ്രസക്തിയുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് വായിച്ച് ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് പ്രത്യേകതയും ഈ മത്സരാധിഷ്ഠിതമായ ലോകത്ത് ചെറുകഥയ്ക്ക് ഇന്നും ഏറെ പ്രാധാന്യമുണ്ടെന്നാണ്. ഞാൻ വിജയകുമാർ, പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ മാനേജർ. എൻ രാജശേഖരൻ പിള്ള എഴുതിയ ഒരു പിടി തുളസിപ്പൂക്കൾ ഒരു കഥാസമാഹാരമാണ്. ഞാൻ എൻ രാജശേഖരൻ പിള്ള ഒരു പിടി തുളസിപ്പൂക്കൾ എന്ന കഥാസമാഹാരം രചിച്ചിരിക്കുന്നു. ഒരു പിടി തുളസിപ്പൂക്കൾ എന്ന എൻ്റെ കഥാസമാഹാരത്തിലെ ത്രിവേണി സംഗമം എന്ന കഥയാണ് വായിക്കുന്നത്. തോർത്തേ തോർത്തു തോർത്തേ തോർത്തേ തോർത്തു വേണോ തോർത്തു വേണോ തോർത്തേ 10 രൂപ 10 രൂപ. ഓർക്കാപ്പുറത്തുള്ള വിളി കേട്ടു വിശ്വം തിരിഞ്ഞു നോക്കി. 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇത്തരം ശബ്ദം കേൾക്കുന്നത്. എന്നാൽ മുമ്പ് തികച്ചും അനുനാസിക സ്വരത്തിലായിരുന്നു ഈ വിളി കേട്ടിരുന്നത്. 52-55 വയസ്സ് തോന്നിക്കുന്ന ഒരാളായിരുന്നു ആ മരച്ചുവട്ടിൽ നിന്ന് തോർത്ത് വിറ്റിരുന്നത്. ഇന്നിപ്പോൾ ഇതാ ഏതാണ്ട് 20 വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടി. അനാരോഗ്യവാനായ ചടച്ചുമെലിഞ്ഞ, താടിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ വികൃത അടയാളത്തോടു കൂടിയ അയാളുടെ മ്ലാനമായ മുഖം വിശ്വത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. 2 കൈകൾ കൊണ്ടും 4 തോർത്തുകൾ ഒരുമിച്ചു നിവർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിളി, 10 രൂപ 10 രൂപ. ആ രൂപം അയാളുടെ സ്മൃതിയിൽ പൂർണ്ണമായി. തോർത്തേ തോർത്തേ 10 രൂപ 10 രൂപ. ആ ശബ്ദം അയാളെ വീണ്ടും വർത്തമാനകാലത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ തോർത്തുവിൽപ്പനക്കാരിയെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ആ പഴയ മുഖം അയാളുടെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു വന്നു. ആ പാവത്തിന് എന്തു സംഭവിച്ചു? ഒരു രോഗിയാണെന്ന് കണ്ടാൽ അറിയാമായിരുന്നു. അതായിരുന്നു അയാളുടെ ചിന്ത. ഈ പെൺകുട്ടി അയാളുടെ ആരെങ്കിലും ആയിരിക്കുമോ? അങ്ങനെ ചിന്ത കാടുകയറാൻ തുടങ്ങിയപ്പോൾ ആരോ തോളിൽ തട്ടി. നിന്റെ ബസ് ഇതുവരെയും വന്നില്ലേ? വിശ്വത്തിൻ്റെ ശ്രദ്ധ എതിർവശത്തേക്കു മാറി. അല്ല, ഭാസ്കരനോ? ഇപ്പോൾ പോകുന്നതേ ഉള്ളൂ. വിശ്വത്തിൻ്റെ അന്വേഷണത്തിനിടയിൽ ദാ ബസ് വന്നു. ഭാസ്കരൻ ഓടിപ്പോയി
ബസിൻ്റെ കമ്പിയിൽ തൂങ്ങി. ദാ ബസ് വന്നു. ഭാസ്കരൻ ഓടിപ്പോയി ബസിൻ്റെ കമ്പിയിൽ തൂങ്ങി. തൻ്റെ മാതാവ് മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് വിശ്വത്തിന് ഓർമ്മ വന്നത്. തായ്ചൊല്ല് കേൾക്കാത്ത വവ്വാലെ തല കീഴെ മേലായി തൂങ്ങിക്കോ. ഈശ്വര, സ്വയം പറഞ്ഞുകൊണ്ട് വിശ്വം വഴിയിലേക്ക് ഇറങ്ങി കൂടെ മിനിയും. അമ്മയും ചേച്ചിയും നിന്ന് വിതുമ്പുന്നു. കണ്ണുനീർ ധാരയായി ഒഴുകി. ഇടയനും കുഞ്ഞാടും പോലെ അവർ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു നീങ്ങി. ഇത് എത്ര ഇത് വേറെ എത്ര നാൾ എഴുതിയിട്ടു? ഇത് പല സമയത്താണ് കുഴപ്പമില്ല. എന്നാലും ഉൾക്കൊള്ളുന്നതാണ് അതെന്തായാലും ഞാൻ